ഓം നമ ശിവായ. ശിവമഹാപുരാണം 15-ാം അധ്യായം. ബ്രഹ്മാവ് നാരദരോട് താനും വിഷ്ണുവും കൂടി ശിവലിംഗം അളക്കാൻ പോയ കഥ വിവരിച്ച ശേഷം നാരദരോട് ഇങ്ങനെ പറയാൻ ആരംഭിച്ചു. ഞാൻ പരമാത്മാവിൻ്റെയും ഹരിയുടെയും നിർദ്ദേശപ്രകാരം ആദ്യമായി ജലത്തെ സൃഷ്ടിച്ചു. അത് വിക്ഷേപിച്ചപ്പോൾ 24 അണ്ഡങ്ങൾ ഉണ്ടായി. ജലരൂപം കാണാതെ വിസ്മരിച്ച ഞാൻ 12 വർഷം വിഷ്ണുവിനെ ധ്യാനിച്ചു. അപ്പോൾ വിഷ്ണു പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: പരമാത്മാവിൻ്റെ അനുഗ്രഹപ്രകാരം എല്ലാം തരുവാനുള്ള കഴിവ് എനിക്കുണ്ട്. അത് ബ്രഹ്മാവ് സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു: വിരാട് രൂപം ചൈതന്യരഹിതമായി ഇവിടെ കാണുന്നു. അതിനെ ചൈതന്യമുണ്ടാക്കണം. അപ്പോൾ സഹസ്രശീർഷനായ പുരുഷനായി വിഷ്ണു 24 അണ്ഡങ്ങളിൽ പ്രവേശിച്ചു. അങ്ങനെ പാതാള ലോകം മുതൽ സ്വർഗ്ഗലോകം വരെ ചൈതന്യത്താൽ നിറഞ്ഞു. പിന്നീട് ബ്രഹ്മാവ് 5 സർഗത്തിൽ മുഴുകി. അവസാനം 3 സർഗവും പിന്നീട് 9ാമതായി കൗമാരസർഗം. അതിൽ സനകാദികളുണ്ടായി. അവർ സൃഷ്ടികർമ്മങ്ങളിൽ വിമുഖരായതിനാൽ ബ്രഹ്മാവ് വീണ്ടും തപസ് ചെയ്തു. പരമേശ്വരൻ രുദ്രനായി അവതരിച്ച് സൃഷ്ടികർമ്മം നടത്തേണ്ടത് ബ്രഹ്മാവ് തന്നെയാണെന്ന് അരുളി ചെയ്തു.